എംബസീമ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് എംബസീമയെ കുറിച്ച്. എംബസീമ രോഗത്തിന് കാരണം സിഗരറ്റ് സ്മോക്കിംഗ് ആണ് അല്ലേ? സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജുറിയസ് ടു ഹെൽത്ത് അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. ഇനി ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തേ. AB നെഗറ്റീവ് രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിക്ക് അപകടം പറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തരമായി രക്തം നൽകേണ്ടി വരികയും ചെയ്താൽ ആ വ്യക്തിക്ക് നൽകാവുന്ന രക്തഗ്രൂപ്പുകൾ ഏവ? ഓക്കെ, കുറച്ചൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, നോക്കാം. വളരെ നമുക്ക് യൂണിവേഴ്സൽ ഡോണറുമുണ്ട്, അതുപോലെ യൂണിവേഴ്സൽ റെസിപ്പന്റുമുണ്ട്. സാർവത്രിക ദാതാവുമുണ്ട്, സാർവത്രിക സ്വീകർത്താവുമുണ്ട്. സാർവത്രിക സ്വീകർത്താവുമുണ്ട്. സാർവത്രിക ദാതാവ് ഏതാണ് കുട്ടികളെ? സാർവത്രിക ദാതാവ് ഏതാണ്? യൂണിവേഴ്സൽ ഡോണർ ഏതാണ്? സാർവത്രിക ദാതാവ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡോണർ O നെഗറ്റീവ് ആണ് കേട്ടോ. O ഗ്രൂപ്പ് അതിൽ O നെഗറ്റീവ് ആണ്. ഓയിൽ തന്നെ O നെഗറ്റീവ് ആണ്. സാർവത്രിക ദാതാവ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡോണർ O നെഗറ്റീവ് ആണ്. അതുപോലെ യൂണിവേഴ്സൽ റെസിപ്പന്റ് അല്ലെങ്കിൽ സാർവത്രിക സ്വീകർത്താവ് AB പോസിറ്റീവ് ആണ്. അതായത് AB പോസിറ്റീവിന് ഏത് ബ്ലഡ് ഗ്രൂപ്പും എന്ത് ചെയ്യാൻ പറ്റും? സ്വീകരിക്കാൻ പറ്റും. AB പോസിറ്റീവിന് ഏത് ബ്ലഡ് ഗ്രൂപ്പും എന്ത് ചെയ്യാൻ പറ്റും കുട്ടികളെ? സ്വീകരിക്കാൻ പറ്റും. ഓക്കെ, എന്നാൽ AB നെഗറ്റീവിന് അതുപോലെ എല്ലാം സ്വീകരിക്കാൻ പറ്റൂല, പക്ഷെ എല്ലാ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകളും സ്വീകരിക്കാൻ പറ്റും. AB നെഗറ്റീവിന് എല്ലാ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകളും എന്താണ് കുട്ടികളെ? സ്വീകരിക്കാൻ പറ്റും. അതായത് A നെഗറ്റീവും B നെഗറ്റീവും AB നെഗറ്റീവും O നെഗറ്റീവും സ്വീകരിക്കാൻ പറ്റും. ഇത് പുതിയ SCRൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട് കേട്ടോ, മനസ്സിലായ? അതായത് AB പോസിറ്റീവിന് എല്ലാ ബ്ലഡ് ഗ്രൂപ്പും, പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള എല്ലാ ബ്ലഡ് ഗ്രൂപ്പും AB പോസിറ്റീവിന് എന്ത് ചെയ്യാൻ പറ്റും? സ്വീകരിക്കാൻ പറ്റും. നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് കുട്ടികൾ? ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? O ഗ്രൂപ്പാണ്. അതിൽ തന്നെ O നെഗറ്റീവിലാണ് ഒരു ആന്റിജനും ഇല്ലാത്തത്. ഓക്കെ, O പോസിറ്റീവ് ആകുമ്പോൾ അതിൽ RH ഫാക്ടർ എന്ന് പറയുന്ന ഒരു ആന്റിജൻ ഉണ്ട്. എന്നാൽ O നെഗറ്റീവില് യാതൊരുവിധ ആന്റിജനും ഇല്ല. അതുകൊണ്ടാണ് O നെഗറ്റീവ് എന്തായി മാറിയത്? യൂണിവേഴ്സൽ ഡോണറായി മാറിയത്. O നെഗറ്റീവ്, മനസ്സിലായോ? ഓക്കെ, O പോസിറ്റീവ് നമുക്കറിയാം. ഒരു ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആകണമെങ്കിൽ അതിൽ RH ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഘടകം ഉണ്ടായിരിക്കും. നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പിൽ RH ഫാക്ടർ എന്ന ഘടകമുണ്ട്. നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ബ്ലഡില് എന്തില്ല? RH ഫാക്ടർ എന്ന ഘടകമില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അപ്പൊ നിങ്ങളിൽ ആരൊക്കെയാ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളത്? ആരൊക്കെയാ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളത്? അപ്പൊ നിങ്ങൾക്ക് എല്ലാം RH ഫാക്ടർ ഉള്ള ആൾക്കാരാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് RH ഫാക്ടർ ഉണ്ട്. പോസിറ്റീവിന്റെ ഐകര് ആമാസോ പോസിറ്റീവ്. ഓക്കെ, ഇനി ആരൊക്കെയാ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളത്? നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഒന്ന് കമന്റ് ചെയ്തേ. വല്ല വിലയുള്ള, ഞാൻ O പോസിറ്റീവ്. ഓക്കെ, സേഫ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. A നെഗറ്റീവ് കുഴപ്പമില്ല. വില കിട്ടുന്ന കിഡ്നിയൊക്കെ എത്തിയിട്ടുണ്ട്. കിഡ്നിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നെഗറ്റീവ് അതെ. ഓക്കെ, ഇല്ല AB നെഗറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കോടികൾ കിട്ടും കിഡ്നിക്കൊക്കെ. ഓക്കെ, AB നെഗറ്റീവ് O നെഗറ്റീവിനൊക്കെ. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ RH ഫാക്ടർ O പോസിറ്റീവിലാണെങ്കിൽ RH ഫാക്ടർ എന്ന് പറയുന്ന RH ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഘടകം ഉണ്ടായിരിക്കും. എന്നാൽ O നെഗറ്റീവിൽ യാതൊരുവിധ ഘടകവും ഇല്ല. അതുകൊണ്ടാണ് O നെഗറ്റീവ് എന്തായി മാറുന്നത്? യൂണിവേഴ്സൽ ഡോണറായി മാറുന്നത്. അതുപോലെ നമ്മൾ പഠിക്കുന്നുണ്ട് ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഏത് നമ്മൾ പഠിക്കുന്നുണ്ട്?
AB ഗ്രൂപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ AB ഗ്രൂപ്പില് എന്തില്ല കുട്ടികളെ? ആന്റിബോഡി ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അതുകൊണ്ട് AB പോസിറ്റീവിന് ഏത് ബ്ലഡ് ഗ്രൂപ്പും സ്വീകരിക്കാൻ പറ്റും. എന്നാൽ AB നെഗറ്റീവിന് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകൾ സ്വീകരിക്കാൻ പറ്റും. A നെഗറ്റീവും B നെഗറ്റീവും AB നെഗറ്റീവും O നെഗറ്റീവും സ്വീകരിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ അല്ലേ? അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. തെറ്റിക്കല്ലേ ഇനി? ഓക്കെ, ക്ലിയർ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ശരി. പിന്നെ നമ്മുടെ 2027 LDC LGS പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള കോംബോ ബാച്ച്, ആ ബാച്ചിൽ ക്ലാസ്സുകൾ ഏപ്രിൽ 20 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 1800 രൂപയാണ് ടോട്ടൽ ഫീസ് വരുന്നത്. ഇപ്പം നമ്മൾ വിഷു ഓഫർ ഇട്ടിട്ടുണ്ട്. അതായത് ഏപ്രിൽ 20 രാത്രി 12 മണിക്ക് മുമ്പ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 600 രൂപ ഓഫർ പോയിട്ട് 1200 രൂപയ്ക്ക് നിങ്ങൾക്ക് ടോട്ടൽ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. പിന്നെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് 62 35 19 93 06 ആ നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങൾക്ക് ആഴ്ചയിൽ 5 ദിവസം ക്ലാസ് ഉണ്ടാകും. അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ ദിവസവും ഓരോ മണിക്കൂർ വെച്ചാണ് ഇപ്പോൾ ക്ലാസ് പോകുന്നത്. പിന്നെ അതിൻ്റെ ഒരു പരീക്ഷ, പിന്നെ ഒരു ടോപ്പിക് എക്സാം, ആ ഒരു രീതിയിലാണ് ക്ലാസ് പോകുന്നത്. മെജോറിറ്റി ടോപ്പിക്സ് ഞാൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. പിന്നെ ഇംഗ്ലീഷ്, മലയാളം, ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെയുള്ള സബ്ജക്റ്റിനൊക്കെ വേറെ അധ്യാപകരുണ്ട്. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒന്നുകിൽ കോഴ്സ് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഓക്കെ. രോഗത്തിന്റെ രോഗകാരികളാണ് ഉച്ചെറിയ, ബാങ്ക് ഓഫ് ടീ എന്ന വിരകൾ. നിങ്ങൾക്ക് അത് അറിയോ? ഉച്ചെറിയ, ബാങ്ക് ഓഫ് ടീ. നമ്മളെ ഫൈലേറിയൻ വിരകളിൽ അതിന്റെ ശാസ്ത്രീയ നാമമാണ് ഉച്ചെറിയ, ബാങ്ക് ഓഫ് ടീ എന്ന് പറയുന്നത്. ഇത് ശരിയാണ്, അത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഫൈലേറിയൻ വിരകൾ നമ്മൾ പഠിക്കാറുണ്ട്. ഫൈലേറിയൻ വിരകൾ കാരണം ഉണ്ടാകുന്ന രോഗമാണ് ഈ പറയുന്ന മന്ദിനെ നമ്മൾ ഫൈലേറിയാസിസ് എന്നും എലിഫന്റാസിസ് എന്നൊക്കെ പറയാറുണ്ട്. ഫൈലേറിയാസിസ്, എലിഫന്റാസിസ് ഇതൊക്കെ മന്താണ്. ഫൈലേറിയാസിസ്, എലിഫന്റാസിസ് ഇതൊക്കെ മന്താണ്. അപ്പൊ മന്ത് രോഗത്തിന് കാരണമായിട്ടുള്ള വിരകളാണ് ഫൈലേറിയൻ വിരകൾ. ആ ഫൈലേറിയൻ വിരകളുടെ ശാസ്ത്രീയ നാമമാണ് ഉച്ചെറിയ, ബാങ്ക് ഓഫ് ടീ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മന്ത് രോഗം, അപ്പൊ ഒന്നാമത്തെ ശരിയാണ്. മന്ത് രോഗം പരത്തുന്നത് അനോഫിലസ് വിഭാഗത്തിൽപ്പെട്ട പെൺകൊതുകുകളാണ്. എന്താണ് അവിടെ തെറ്റ്? മന്ത് രോഗം പരത്തുന്നത് അനോഫിലസ് വിഭാഗത്തിൽപ്പെട്ട പെൺകൊതുകുകളല്ല. അത് ഏതാണ് കുട്ടികളെ? ക്യൂലക്സ് വിഭാഗത്തിൽപ്പെട്ട പെൺകൊതുകുകളാണ് മന്ത് രോഗവും ജപ്പാൻ ജ്വരം അല്ലെങ്കിൽ ജാപ്പനീസ് എൻസഫലിറ്റിസ്. ക്യൂലക്സ് കൊതുകുകളാണ് മന്ത് രോഗവും ജപ്പാൻ ജ്വരം അല്ലെങ്കിൽ ജാപ്പനീസ് എൻസഫലിറ്റിസും എന്ത് ചെയ്യുന്ന കുട്ടികളെ പരത്തുന്നത്. ജപ്പാൻ ജ്വരമാണ് ജാപ്പനീസ് എൻസഫലിറ്റിസ് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അനോഫിലസ് കൊതുകുകൾ പരത്തുന്നത് മലേറിയ അല്ലെങ്കിൽ മലമ്പനിയാണ്. അനോഫിലസ് കൊതുകുകൾ പരത്തുന്നത് മലേറിയ അല്ലെങ്കിൽ മലമ്പനിയാണ് പരത്തുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ഈഡിസ് ഈജിപ്ഷി ആണെങ്കിലോ, ഈഡിസ് ഈജിപ്ഷി ആണെങ്കിൽ ഏതൊക്കെ രോഗങ്ങളാണ് പരത്തുന്നത്? ചിക്കുൻകുനിയ പരത്തുന്നത് ഈഡിസ് ആണ്. അതുപോലെ ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് ആണ്. അതുപോലെ സിക്ക വൈറസ് പരത്തുന്നത് ഈഡിസ് ആണ്. മനസ്സിലായ? അതായത് ഈ കൊതുകുകൾ നിങ്ങൾ പഠിച്ചു വേണം. മെയിൻ ആയിട്ട് ഈ ക്യൂലക്സും അനോഫിലസും നോക്കി വെച്ചു വേണം. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ക്യൂലക്സും അനോഫിലസും ചോദിക്കാറുണ്ട്. അനോഫിലസ് ആണ് മലേറിയ പരത്തുന്നത്. ക്യൂലക്സ് ആണ് മന്ത് ജപ്പാൻ ജ്വരം പരത്തുന്നത്. ഓക്കെ, മന്ദം ജപ്പാൻ ജ്വരം പരത്തുന്നത് ഏതാണ് കുട്ടികളെ? കേട്ടാ, ക്യൂലക്സ് ആണ്. നമ്മുടെ കൃഷ്ണേന്ദുവിന്റെ ഒരു കോഡ് വെച്ച് ഓർത്ത് വെച്ചിട്ടുണ്ടായി. നിങ്ങൾ ക്യൂവിൽ നിന്ന് ജപ്പാൻ മന്തി വാങ്ങിച്ചെന്ന് ഓർത്താൽ മതി കേട്ടാ.
അവളോട് ക്യൂവിൽ നിന്ന് മന്തി വാങ്ങിച്ചെന്നാണ്. അപ്പൊ നമ്മളിപ്പം പലതരം മന്തി ഇല്ലേ, ജെല്ലിക്കെട്ട് മന്തി കേട്ടോ, മെക്സിക്കൻ മന്തി, ഇപ്പൊ പുതിയൊരു മന്തി ഇറങ്ങിയിട്ടുണ്ട് ജപ്പാൻ മന്തി. ഓക്കെ, ജപ്പാൻ മന്തി വാങ്ങിയെന്ന് ഓർത്താ സ്റ്റക്ക് അനുതോ തെലുങ്കൊക്കെ പറയണേ കേട്ടില്ല. നെറ്റ്വർക്ക് പോയാ വൈഫൈ പോയതാ എന്നാ ഓക്കെ ആവോ പറ, ഇപ്പൊ ഓക്കെ ആവും. വൈഫൈ ഒന്ന് പോയതാ. ഓക്കെ ആയല്ലോ. ഓക്കെ ക്ലിയർ ആണ്. ശരി. അപ്പൊ ഇവിടെ നമ്മള് ഇങ്ങനെ ക്യൂവിൽ നിന്ന് ജപ്പാൻ മന്തി വാങ്ങിയെന്ന് ഓർത്താൽ മതി. ക്യൂവിൽ നിന്ന് ജപ്പാൻ മന്തി വാങ്ങിയെന്ന് ഓർത്താൽ മതി കേട്ടോ. ക്യൂവിൽ നിന്ന് ജപ്പാൻ മന്തി വാങ്ങിയെന്ന് ഓർത്താൽ മതി. അതുപോലെ ഈഡിസ് ആണ് ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, സിക്ക വൈറസ് ഇതെല്ലാം പരത്തുന്നത് ആരാണ് കുട്ടികളെ? ഈഡിസ് ആണ് കേട്ടോ. പക്ഷെ ഇതെല്ലാം പരത്തുന്നത് പെൺ കൊതുകുകളാണെന്നുള്ള കാര്യം കൂടെ ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. പെൺകൊതുകുകൾ കേട്ടോ. ഈ ഒരു കാര്യം പറയുമ്പോൾ എന്തോ ഒരു സമാധാനം എനിക്ക് കിട്ടാറുണ്ട്. പെൺകൊതുകുകളാണ് ഇത് പരത്തുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത പ്രായപൂർത്തിയായ ഞാൻ പറയും, എനിക്ക് അവസരം കിട്ടുമ്പോഴല്ലേ ഞാൻ പറയും കേട്ടോ. ഓക്കെ, സ്കിൽഡ് മസ്കിറ്റ്, അതിന് ആൾക്കാരെ കൊല്ലണമെന്നാണ് നിന്റെയൊക്കെ സ്കില്ല്. പ്രായപൂർത്തിയായ മന്ദവിരകൾ ലസിക വ്യവസ്ഥ, അതായത് ലിംബ് വ്യവസ്ഥയിലാണ് വസിക്കുന്നത്. മനസ്സിലായല്ലോ കുട്ടികളെ? അതെന്ന് വെച്ചാൽ നമ്മുടെ ഈ മന്ത് ബാധിച്ചു കഴിഞ്ഞാല് നമുക്ക് ഈ കാല് അല്ലെങ്കിൽ വാദിക്കുന്ന ഭാഗത്തിന് വീർത്തു വരാൻ കാരണം ആ ഭാഗത്തുള്ള ഈ പറയുന്ന നമ്മുടെ ലിംബ് വ്യവസ്ഥയിലുള്ള ആ ലിംബ് നോട്ട്സിലെല്ലാം ഇതെന്ത് ചെയ്യും? പെരുകും. അങ്ങനെയാണ് ആ ഒരു ഭാഗം വീർത്തു വരുന്നത്. അപ്പൊ ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ജനിതക വൈകല്യങ്ങളാണ് മന്ദരോഗത്തിന്റെ പ്രധാന കാരണം. തെറ്റാണ്. മന്ദരോഗത്തിനുള്ള കാരണം കൊതുക് പരത്തുന്ന ഈ പറയുന്ന ഫൈലേറിയൻ വിരകൾ അല്ലെങ്കിൽ ഉച്ചെറിയ ബ്രാങ്കോഫ്റ്റി എന്ന് പറയുന്ന വിരകൾ കാരണമാണ് മന്ദരോഗം ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ 1, 3 ശരിയാണെന്നാണ് ആൻസർ കേട്ടോ. 1, 3 ശരിയാണെന്നാണ് ആൻസർ. ഓക്കെ അല്ലേ? ഫൈലേറിയാസിസ്, എലിഫന്റാസിസ് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏത് രോഗം നേട്ടി കഴിഞ്ഞാല് മന്ദരോഗമാണ്. ഫൈലേറിയാസിസ്, എലിഫന്റാസിസ് ഒക്കെ ഇതൊക്കെ ഏത് നേട്ടി കഴിഞ്ഞാൽ അതെല്ലാം മന്ദാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യടാ. ജലദോഷം എവിടുന്ന് പറഞ്ഞു? ജോഗ്രഫിയിൽ ഇതൊക്കെ നിന്നെയൊക്കെ ഞാൻ പാടി പഠിപ്പിക്കുന്ന സാധനമാണ്. ഓക്കെ, ഉഷ്ണമേഖലയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. അതായത് നമ്മുടെ ഭൂമധ്യരേഖ പ്രദേശത്താണ് ഉഷ്ണമേഖല സ്ഥിതി ചെയ്യുന്നതെന്നും അവിടെ എപ്പോഴും സൂര്യപ്രകാശം ലഭിക്കും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ഉഷ്ണമേഖല പ്രദേശങ്ങളിൽ ജൈവ വൈവിധ്യം കൂടുതലായി കാണപ്പെടാനുള്ള കാരണങ്ങൾ ഏതെല്ലാം എന്നാണ്. കൂടുതൽ സൂര്യപ്രകാശത്തിന്റെ ലഭ്യത, അത് ശരിയാണ് അല്ലെ? കൂടുതൽ സൂര്യപ്രകാശത്തിന്റെ ലഭ്യത ഉണ്ടാകാറുണ്ട്. കൂടുതൽ സൂര്യപ്രകാശം എവിടെ ലഭിക്കുന്നുണ്ട് കുട്ടികളെ? ഈ പറയുന്ന ഉഷ്ണമേഖലയിൽ ലഭിക്കുന്നുണ്ട്. കാരണം അത് നമ്മുടെ ഭൂമധ്യരേഖയ്ക്ക് സമീപത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടുതൽ മഴയുടെ ലഭ്യത തെറ്റാണ്. സ്ഥിരമായ കാലാവസ്ഥ, നമ്മള് ഋതുക്കള് പ്രകടമായി അനുഭവപ്പെടുന്നതും അനുഭവപ്പെടാത്തതും. ഋതുക്കൾ പ്രകടമായി അനുഭവപ്പെടാത്തതാണ് ഉഷ്ണമേഖല. അവിടെ സ്ഥിരമായിട്ട് ഒരേപോലത്തെ കാലാവസ്ഥയാണ് അല്ലെ? ഋതുക്കൾ പ്രകടമായി അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഋതുക്കൾ പ്രകടമായി അനുഭവപ്പെടുന്ന മേഖല ഏതാണ് കുട്ടികളെ? അത് മിതോഷ്ണ മേഖലയാണ് അല്ലേ? ഋതുക്കൾ പ്രകടമായി അനുഭവപ്പെടുന്നത് മിതോഷ്ണ മേഖലയിലും ഋതുക്കൾ പ്രകടമായി അനുഭവപ്പെടാത്ത, അതായത് കാലാവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടാകാത്തത് ഉഷ്ണമേഖലയിലുമാണ്. ഓക്കെ, അപ്പം കൂടുതൽ സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയും എല്ലായ്പ്പോഴും സ്ഥിരമായ കാലാവസ്ഥയും ആയതുകൊണ്ടാണ് അവിടെ എന്ത് കൂടുതലായി വളരുന്നത്? ജൈവ വൈവിധ്യം കൂടുതലായി കാണപ്പെടുന്നത്. അപ്പൊ ഇവിടെ 1, 3 ശരി. ഓപ്ഷൻ എ ആണ് ആൻസർ. 1, 3 ശരി എന്ന് വരും. 1, 3 ശരി എന്ന് വരും. ഓക്കെ,
മലേറിയ രോഗത്തിന് കാരണമായ രോഗകാരിയുടെ പേരെന്നാണ് ചോദ്യം. മലേറിയ അല്ലെങ്കിൽ മലമ്പനിക്ക് കാരണമായിട്ടുള്ള രോഗകാരിയുടെ പേരാണ് പ്ലാസ്മോഡിയം വൈവാക്സ്. ഏതാ പിള്ളേരെ? പ്ലാസ്മോഡിയം വൈവാക്സ് അല്ലെ? പ്ലാസ്മോഡിയം വൈവാക്സ് ക്ലിയർ ആണ്. എങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഏറ്റവും മാരകമായ മലമ്പനിക്ക് കാരണമാകുന്നത് ഏതാണ് കുട്ടികളെ? അതേതാണ്? വൈവാക്സ് ആണ് നോർമൽ മലേറിയ അല്ലെങ്കിൽ മലമ്പനിക്ക് കാരണമാകുന്നത്. ഏറ്റവും മാരകമായത് ഏതെന്ന് കേട്ട് കഴിഞ്ഞാല് അത് പ്ലാസ്മോഡിയം ഫാൽസിപാരമാണ് കേട്ടോ. ഫാൽസിപാരമാണ്. പ്ലാസ്മോഡിയം ഫാൽസിപാരമാണ്. പ്ലാസ്മോഡിയം ഫാൽസിപാരമാണ് ഏറ്റവും മാരകമായത്. ഇനി ശ്രദ്ധിക്കാനുള്ളത് മലേറിയ രോഗം ബാധിക്കുന്നത് എന്തിനെന്നാണ്. മലേറിയ രോഗം എന്തിനെയാണ് ബാധിക്കുന്നത്? മലേറിയ രോഗം ബാധിക്കുന്നത് എന്തിനാണ്? ഏത് അവയവത്തെയാണ് മലേറിയ രോഗം ബാധിക്കുന്നത്? മലേറിയ രോഗം പ്രധാനമായും ബാധിക്കുന്നത് നമ്മുടെ പ്ലീഹ അതായത് സ്പ്ലീൻ. പ്ലീഹയെ ബാധിക്കും, അതുപോലെ തന്നെ കരളിനെയും ബാധിക്കും. പ്ലീഹ, കരൾ. മലേറിയ രോഗം ബാധിക്കുന്ന അവയവങ്ങൾ ഏതൊക്കെയെന്ന് കേട്ടാൽ ഒന്ന് സ്പ്ലീൻ അല്ലെങ്കിൽ പ്ലീഹ, മറ്റൊന്ന് കരൾ. പ്ലീഹയും ബാധിക്കും, കരളിനെയും ബാധിക്കും. മലേറിയ രോഗം ബാധിക്കുന്നത് പ്ലീഹയും ബാധിക്കും, കരളിനെയും ബാധിക്കും. ഓക്കെ. പിന്നെ ഇടയ്ക്ക് മുറകെ PSC ചോദിക്കാറുണ്ട്, ലോക മലേറിയ ദിനം ഏതാണ്? ലോക മലേറിയ ദിനം ഏതാ പിള്ളേരെ? ലോക മലേറിയ ദിനം ഏതാണ്? ആർക്ക് പറയാം? ഈ മാസമാണ്, ദിസ് മന്ത്. ഓക്കെ. മെയ് 25, ഏപ്രിൽ മാസം 25 കേട്ടോ. ഏപ്രിൽ മാസം 25 ആണ് മലേറിയ ദിനം. ഏപ്രിൽ മാസം 25. ഓക്കെ. നാളെ ഏപ്രിൽ 17 ആണ്. എന്ത് ദിനമാണ് നാളെ? ഏപ്രിൽ 17 എന്ത് ദിനമാണ് പിള്ളേരെ? ഏപ്രിൽ 17 ആർക്ക് പറയാം? നാളെ ഏപ്രിൽ 17. കറക്റ്റാ. പാർക്കിൻസൺ ദിനം വരണത് ഏപ്രിൽ 11 പാർക്കിൻസൺ ദിനം. ഞാൻ നിനക്കൊക്കെ പറയുന്നുണ്ട്, പാർക്ക് PR. നമ്മുടെ കാറ് പാർക്ക് ചെയ്യണ 2 ലയൻ. പാർക്ക് ചെയ്യുന്നത് വണ്ടിയൊക്കെ ഓടിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ വണ്ടിയുടെ സൈഡിൽ കയറി ഇരിക്കുമ്പോൾ നോക്കണം, ചേട്ടന്മാർ എവിടെയാണ് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ 2 ലൈനകത്താണ് പാർക്ക് ചെയ്യുന്നത്. ചേട്ടന്മാരല്ല, ചേച്ചിമാർ ഇപ്പൊ വണ്ടി പാർക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പം പാർക്കിൻസൺസ് ഏപ്രിൽ 11. ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. ഓക്കെ. ഏപ്രിൽ 2ന്റെ പ്രത്യേകത ആർക്ക് പറയാം? ഏപ്രിൽ 2ന്റെ പ്രത്യേകത ആർക്ക് പറയാം? ഏപ്രിൽ 2 ഏപ്രിൽ 2 ആണ് ഓട്ടിസം അവയർനെസ് ഡേ അല്ലേ? ഓട്ടിസം അവയർനെസ് ഡേ. ഓട്ടിസം ബോധവൽക്കരണ ദിനമാണ് ഏത്? ഏപ്രിൽ 2. ഓട്ടിസം ബോധവൽക്കരണ ദിനമാണ് ഏത് കുട്ടികളെ? ഏപ്രിൽ 2. ഓട്ടിസം ബോധവൽക്കരണ ദിനമാണ് ഏപ്രിൽ 2. ഏപ്രിൽ 11 പാർക്കിൻസൺസ്. ഏപ്രിൽ 17 ഹീമോഫീലിയ. ഏപ്രിൽ 25 മലേറിയ. ഓക്കെ. വളരെ സാൽമോണല്ല ടൈഫി ഒരു ബാക്ടീരിയ ആണ്. സാൽമോണല്ല ടൈഫി എന്ന ബാക്ടീരിയ ഏത് രോഗത്തിനാണ് കാരണമാകുന്നത്? സാൽമോണല്ല ടൈഫി എന്ന ബാക്ടീരിയ ടൈഫോയിഡ് രോഗത്തിന് കാരണമാകുന്നു. ടൈഫോയിഡ് രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? ടൈഫോയിഡ് രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തിനെയാണ്? ടൈഫോയിഡ് രോഗം ബാധിക്കുന്നത് കുടലിനെയാണ് കേട്ടോ. കുടല്. ടൈഫോയിഡ് രോഗം മാരകമായി കഴിഞ്ഞാൽ കുടലിൽ ഓട്ട വരെ വീഴും കേട്ടോ. ടൈഫോയിഡ് മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയൊക്കെ പകരുന്ന രോഗമാണ് ഏത് കുട്ടികളെ? ടൈഫോയിഡ്. ടൈഫോയിഡ് ബാധിക്കുന്നത് കുടലിനെയാണ്. ടൈഫോയിഡിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരാണ് സാൽമോണല്ല ടൈഫി. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക ഏത് രോഗത്തിന് കാരണമാകും? എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക ഏത് രോഗത്തിന് കാരണമാകും? പിള്ളേരെ വയറുകടി കേട്ടോ. വയറുകടിക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവിയാണ്. വയറുകടിക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവിയാണ് ഏത് കുട്ടികളെ? എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക.
വയറുകടി. വയറുകടിക്ക് കാരണമാകുന്നതാണ് ഏത് കുട്ടികളെ? എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക. അടുത്ത നിഗ്ലേറിയ. ലെഫ്റ്റ് ആയിക്കോ, റെക്കോർഡ് കണ്ടോണേ. ഫൗലേറി, നിഗ്ലേറിയ ഫൗലേറി ഏത് രോഗത്തിന് കാരണമാകുന്നു? നിഗ്ലേറിയ ഫൗലേറി ഏത് രോഗത്തിന്? അമീബിക് മസ്തിഷ്ക ജ്വരം അല്ലെ? അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന അമീബയുടെ പേരാണ് നിഗ്ലേറിയ ഫൗലേറി. ഓക്കെ, അപ്പൊ പ്ലാസ്മോഡിയം വൈവാക്സ് മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം മാരകമായ മലേറിയ, സാൽമണല്ല ടൈഫി ടൈഫോയിഡ്, അതുപോലെ എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക വയറുകടി. ഓക്കെ അല്ലേ? നിഗ്ലേറിയ ഫൗലേറി അമീബിക് മസ്തിഷ്ക ജ്വരം, അമീബിക് മസ്തിഷ്ക ജ്വരം. ഓക്കെ, ഈ കണ്ണുകടിക്ക് കാരണം എന്താണ് അറിയോ? കണ്ണുകടിക്ക് കാരണം നമുക്ക് പറയാം. കണ്ണുകടിക്ക് കാരണം എന്താണ്? അസൂയ. കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, പാൻക്രിയാസിലെ പ്രസന്റേഷൻ കുറവോ? അത് ബയോളജിക്കൽ ലെവലിലോട്ട് കൊണ്ടുപോയി. ശരി, പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഏത് കുട്ടികളെ? ഇൻസുലിൻ. നമ്മുടെ പാൻക്രിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ മലയാളം നിങ്ങൾക്ക് അറിയായിരിക്കും. ആഗ്നേയ ഗ്രന്ഥി. ഈ ആഗ്നേയ ഗ്രന്ഥിയില് ഒരു പ്രത്യേകതരം കോശ സമൂഹമുണ്ട്. അതിന്റെ പേരെന്താ? ആഗ്നേയ ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന പ്രത്യേകതരം കോശ സമൂഹത്തിന്റെ പേരെന്താണ്? എന്താണ് കുട്ടികളെ? അതിനെ നമ്മള് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയും. എന്താണ് കുട്ടികളെ? ഐലറ്റ്സ് അല്ലെ? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയും. ഓക്കെ, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയും. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ, അതായത് നമ്മുടെ പാൻക്രിയാസിൽ കാണപ്പെടുന്ന ഒരു കൂട്ടം കോശ സമൂഹത്തെയാണ്, അതായത് ഒരു കൂട്ടം കോശങ്ങളെയാണ് നമ്മൾ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസില് ബീറ്റാ കോശങ്ങളുമുണ്ട്, അതുപോലെ ആൽഫ കോശങ്ങളുമുണ്ട്. അതില് ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇൻസുലിൻ. ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതോ? ഇൻസൾട്ടാ. അനു, നിനക്ക് വയ്യേ? ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഏതാണ്? ഗ്ലൂക്കഗോൺ. ഓക്കെ, ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ, ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ. ഓക്കെ, ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ. അപ്പം ആഗ്നേയഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ്, അതിലെ കോശ സമൂഹമാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ. ബീറ്റ എന്ന് പറയുമ്പോൾ ഈ കേൾക്കല്ലേ പിള്ളേരെ? അപ്പൊ ബീറ്റാ ഇൻസുലിൻ, ആൽഫ ഗ്ലൂക്കഗോൺ. ബി എന്ന് പറയുമ്പോ ബീറ്റാ ഇൻസുലിൻ, ആൽഫ ഗ്ലൂക്കഗോൺ. ഓക്കെ, പേരാണ്. എന്നിട്ട് തെറ്റിച്ചിട്ട് വേണം കേട്ടോ അവിടെ പോയിട്ട്. വൈഡൽ ടെസ്റ്റ് ഏത് രോഗത്തിന്റെ രോഗനിർണയ മാർഗം എന്നാണ് ചോദ്യം. വൈഡൽ ടെസ്റ്റ് ഏത് രോഗത്തിന്റെ രോഗനിർണയ മാർഗമാ പിള്ളേരെ? ടൈഫോയിഡ് രോഗത്തിന്റെ രോഗനിർണയ മാർഗമാണ് വൈഡൽ ടെസ്റ്റ്. ഓക്കെ പിള്ളേരെ, എയ്ഡ്സിന്റെ പ്രാഥമിക പരിശോധന ഏതാണ്? എയ്ഡ്സിന്റെ പ്രാഥമിക പരിശോധന ഏതാണ് കുട്ടികളെ? എയ്ഡ്സിന്റെ പ്രാഥമിക പരിശോധനയാണ് എലീസ അല്ലെ? എയ്ഡ്സിന്റെ പ്രാഥമിക പരിശോധന അല്ലെങ്കിൽ എയ്ഡ്സിന്റെ പ്രൈമറി ടെസ്റ്റ് ആണ് എലീസ എന്ന് വെച്ച് കഴിഞ്ഞാല് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ. അതാണ് എലീസ. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ.
എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസേ. ഓക്കെ, ഇനി അടുത്ത് എയ്ഡ്സിന്റെ സ്ഥിരീകരണ പരിശോധനയുടെ പേരെന്താ? എയ്ഡ്സിന്റെ സ്ഥിരീകരണ പരിശോധനയുടെ പേരെന്താ കുട്ടികളെ? വെസ്റ്റേൺ ബ്ലോട്ട് അല്ലെ, വെസ്റ്റേൺ ബ്ലോട്ട്. എയ്ഡ്സിന്റെ സ്ഥിരീകരണ പരിശോധനയാണ് ഏത്? കൺഫർമേഷൻ ടെസ്റ്റ് ആണ് ഏത്? വെസ്റ്റേൺ ബ്ലോട്ട്. എയ്ഡ്സിന്റെ പ്രാഥമിക പരിശോധന എലീസയും എയ്ഡ്സിന്റെ സ്ഥിരീകരണ പരിശോധന വെസ്റ്റേൺ ബ്ലോട്ടുമാണ്. ഓക്കെ, ക്ലിയർ ആണ്. പിന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് ചോദിക്കുന്നത് ഷിക് ടെസ്റ്റ് ചോദിക്കും. ഷിക് ടെസ്റ്റ് ചോദിക്കും. ഷിക് ടെസ്റ്റ് ഏതാ കുട്ടികളെ? ഷിക് ടെസ്റ്റ് ഏത് രോഗമാണ്? ഷിക് ടെസ്റ്റ് ഏത് രോഗമാണ്? ഷിക് ടെസ്റ്റ് തൊണ്ടമുള്ള് അല്ലെങ്കിൽ ഡിഫ്തീരിയ അല്ലെ? രണ്ടും ഒന്ന് തന്നെയാണ്. തൊണ്ടമുള്ള അല്ലെങ്കിൽ ഡിഫ്തീരിയക്ക് കാരണം കണ്ടെത്താനുള്ള ടെസ്റ്റാണ് ഷിക് ടെസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് സ്നെല്ലൻ ചാർട്ട് ചോദിക്കും കേട്ടോ. സ്നെല്ലൻ ചാർട്ട് ചോദിക്കും. സ്നെല്ലൻ ചാർട്ട് എന്തിനാ ഉപയോഗിക്കുന്നത്? ആ സ്നെല്ലൻ ചാർട്ട് കാഴ്ച ശക്തി പരിശോധിക്കാനാണ് നിങ്ങൾക്ക് സ്നെല്ലൻ ചാർട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. സ്നെല്ലൻ ചാർട്ട് കാഴ്ച ശക്തി പരിശോധിക്കാനാണ്. ഓക്കെ, റോസ് ബംഗാൾ ടെസ്റ്റ് ചോദിക്കും. റോസ് ബംഗാൾ ടെസ്റ്റ് എന്തിനാ ഉപയോഗിക്കുന്നത്? റോസ് ബംഗാൾ ടെസ്റ്റ് നിശാന്തത അല്ലേ? നിശാന്തത അല്ലെങ്കിൽ നമ്മുടെ നൈറ്റ് ബ്ലൈൻഡ്നെസ് രോഗം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് ഏത്? റോസ് ബംഗാൾ ടെസ്റ്റ്. നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് രോഗം ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ടെസ്റ്റ് ആണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷിഹാര ചാർട്ട് ചോദിക്കും കേട്ടോ. ഇഷിഹാര ചാർട്ട് എന്തിനാ ഉപയോഗിക്കുന്നത്? ഇഷിഹാര ചാർട്ട് നമ്മുടെ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടല്ലോ, കളർ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഡാൾട്ടനിസം എന്ന് പറയും. കളർ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ വർണ്ണാന്തത, മലയാളത്തിൽ വർണ്ണാന്തത, ഇംഗ്ലീഷിൽ തന്നെ മറ്റൊരു പേരും കൂടെ ഉണ്ട്, ഡാൾട്ടനിസം. എന്താ കുട്ടികളെ? ഡാൾട്ടനിസം എന്ന് പറയും. ഡാൾട്ടനിസം എന്ന് പറയും കേട്ടോ. ഡാൾട്ടനിസം. ഓക്കെ, അപ്പൊ ഈ ടെസ്റ്റുകളൊന്നും ഓർത്ത് വെച്ചോണേ. ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ട് PSC റീസെന്റ് ആയിട്ട് ചോദിച്ചു കണ്ടാണ് പറയുന്നത്. ടൈഫോയിഡിന്റെ ടെസ്റ്റ്, വൈറൽ ടെസ്റ്റ് സ്ഥിരം ചോദ്യമാണ് PSCയുടെ. അതുപോലെ എയ്ഡ്സിന്റെ പ്രാഥമിക പരിശോധന എലീസയുടെ പൂർണ്ണരൂപം ഒന്ന് പഠിച്ചോണം. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസേ. എയ്ഡ്സിന്റെ സ്ഥിരീകരണ പരിശോധന വെസ്റ്റേൺ ബ്ലോട്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഷിക് ടെസ്റ്റ് തൊണ്ടമുള്ള അല്ലെങ്കിൽ ഡിഫ്തീരിയ. സ്നെല്ലൻ ചാർട്ട് കാഴ്ചശക്തി. റോസ് ബംഗാൾ ടെസ്റ്റ് നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഇഷിഹാര ചാർട്ട് കളർ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ ഡാൾട്ടനിസം. രണ്ടും ഒന്നാണ്. ജോൺ ഡാൾട്ടൻ ആണ് ഈ രോഗം കണ്ടെത്തിയത്. കളർ ബ്ലൈൻഡ്നെസ്, നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ, അങ്ങനെ ഒരു രോഗമുണ്ടെന്ന് കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൻ ആണ്. ആ വർണ്ണാന്തത എന്ന രോഗം കണ്ടെത്താനുള്ള പരിശോധനയുടെ പേരാണ് ഇഷിഹാര ചാർട്ട്. ഓക്കെ അല്ലേ? അടുത്ത ദിവസം അറ്റൻഡ് ചെയ്ത എല്ലാരും മാർക്ക് സക്കർബർഗിനും അസുഖമുണ്ട്. മനുഷ്യരിലെ ഹീമോഗ്ലോബിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. മനുഷ്യരിലെ ഹീമോഗ്ലോബിനെ കുറിച്ച് വളരെ അയൺ അടങ്ങിയിരിക്കുന്നു. യെസ് ഓർ നോ? അയൺ അടങ്ങിയിരിക്കുന്നു, ശരിയാണോ? അയൺ അടങ്ങിയിട്ടുണ്ട്, ശരിയാണല്ലേ? ഓക്കെ. ആരോഗ്യമുള്ള മനുഷ്യന്റെ 100 മില്ലിലിറ്റർ രക്തത്തിൽ 12 മുതൽ 16 ഗ്രാം ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നു. ആരോഗ്യമുള്ള മനുഷ്യന്റെ 100 മില്ലിലിറ്റർ രക്തത്തിൽ 12 മുതൽ 16 ഗ്രാം ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നു. വളരെ ശരിയാണ്. അതിൽ പ്രോട്ടീൻ ഇല്ല എന്നുള്ളത് തെറ്റാണ്. അതില് ഹീം എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ട്. ഈ ഹീം എന്ന് പറയുന്ന പ്രോട്ടീനും നമ്മുടെ അയണും കൂടെ കൂടി ചേർന്നിട്ടാണ് ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുന്നത്. ഹീം എന്ന് പറയുന്ന പ്രോട്ടീനും നമ്മുടെ അയൺ എന്ന് വെച്ചാൽ ഇരുമ്പും കൂടെ കൂടി ചേർന്ന് 4 ഹീമും അതുപോലെ 4 അയണും കൂടെ കൂടി ചേർന്നാണ് ഒരു ഹീമോഗ്ലോബിൻ തന്മാത്ര ഫോം ചെയ്യുന്നത്. 4 ഹീമും ലെഫ്റ്റ് ആയിക്കോ 4 ഹീമും 4 ഈ അയണും കൂടെ ചേർന്നിട്ടാണ് 4 ഇരുമ്പ്
ആറ്റങ്ങളോട് ചേർന്നിട്ടാണ് ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുന്നത്. അപ്പം പ്രോട്ടീൻ ഇല്ല എന്നുള്ളത് തെറ്റാണ് കേട്ടോ. ഓക്കെ, ശ്വസനവാതകങ്ങളെ രക്തത്തിലൂടെ വഹിക്കുന്നു. ശരിയാണ്. നമ്മുടെ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും എല്ലാം രക്തത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഹീമോഗ്ലോബിൻ ആണ് കേട്ടോ. ഹീമോഗ്ലോബിൻ ആണ്. അതായത് കോശങ്ങളിലേക്ക് നമുക്കറിയാലോ, നമുക്കിപ്പം ഓക്സിജൻ കോശങ്ങളിൽ എത്തിയാൽ മാത്രമേ നമുക്ക് ഊർജോൽപാദനം സാധ്യമാകത്തുള്ളൂ. അതുപോലെ തന്നെ കോശങ്ങളിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് കൊണ്ടുപോവുകയും വേണം. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് പ്രവർത്തിക്കുന്നുണ്ട് കുട്ടികളെ? ഹീമോഗ്ലോബിൻ പ്രവർത്തിക്കുന്നുണ്ട്. ലെഫ്റ്റ് ആയിക്കോ. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അപ്പൊ അത് ഓർത്തോണം ഈ പറഞ്ഞ കാര്യങ്ങള്. അതായത് അയൺ അടങ്ങിയിരിക്കുന്നു. ആരോഗ്യമുള്ള മനുഷ്യന്റെ 100 മില്ലി രക്തത്തിൽ 12 മുതൽ 16 ഗ്രാം ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നു. പ്രോട്ടീൻ ഉണ്ട്. പ്രോട്ടീന്റെ പേര് ഹീം എന്നാണ്. 4 ഹീമും 4 ഇരുമ്പും കൂടെ ചേരുമ്പോഴാണ് ഒരു ഹീമോഗ്ലോബിനായി മാറുന്നത്. അതുപോലെ ശ്വസനവാതകങ്ങളെ, അതായത് ഓക്സിജനെ കോശങ്ങളിലേക്കും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെയും കൊണ്ടുപോകും. ഓക്കെ അല്ലേ? ഇനി രക്തത്തിൽ 12 മുതൽ 16 ഗ്രാം ആണ്. മില്ലിഗ്രാം ഇട്ട് തെറ്റിക്കാൻ PSC ശ്രമിക്കും. അതിൽ പോയി തല വെക്കരുത്. 12 മുതൽ 16 ഗ്രാം ആണ്. 12 മുതൽ 16 ഗ്രാം ആണ്. ഓക്കെ അല്ലേ? നമ്മുടെ രക്തത്തില് പഞ്ചസാരയുടെ അളവ് എത്രയാണ്? രക്തത്തില് പഞ്ചസാരയുടെ അളവ് എത്രയാണ് കുട്ടികളെ? 70 to 110 മില്ലിഗ്രാം പെർ 100 ml ആണ് കേട്ടോ. ഓക്കെ, 70 മുതൽ 110 മില്ലിഗ്രാം പെർ 100 ml ആണ്. ഓക്കെ, 70 to 110 മില്ലിഗ്രാം പെർ 100 ml ആണ്. പിന്നെ നിങ്ങൾക്ക് ചോദിക്കും കാൽസ്യത്തിന്റെ നോർമൽ അളവ് ചോദിക്കും. കാൽസ്യത്തിന്റെ നോർമൽ അളവ് ആരാദ്യം പറയും? കാൽസ്യത്തിന്റെ നോർമൽ അളവ്, രക്തത്തിലെ കാൽസ്യത്തിന്റെ നോർമൽ അളവ് 9 to 11 യൂണിറ്റ് ആര് പറയും? 9 to 11 യൂണിറ്റ് ആര് പറയും? യൂണിറ്റ് ആരും പറയുന്നില്ല. ഈ സമൂഹത്തിന് എന്താണ് യൂണിറ്റ് ഒറ്റടത്തിൽ അറിഞ്ഞൂടെ? പറഞ്ഞാൽ തെറ്റിയാൽ ഞാൻ ചീത്ത പറയുമെന്ന് പേടിച്ചിട്ടാണ് പറയാത്തത്. മില്ലിഗ്രാം പെർ 100 ml. ഓക്കെ, വെരി ഗുഡ്. മില്ലിഗ്രാം പെർ 100 ml. ഓക്കെ, നോർമൽ ബ്ലഡ് പ്രഷർ ആർക്ക് പറയാം? നോർമൽ ബ്ലഡ് പ്രഷർ പ്രിയയുടെ ബ്ലഡ് പ്രഷർ ഒക്കെ തലതിരിഞ്ഞിരിക്കുകയാണ്. 120/80 mmHg. 120 ആദ്യം എഴുതണം. 120/80 mmHg. 120/80 mmHg കേട്ടോ. 120 ആദ്യം എഴുതണം. 120/80 mmHg. 120/80 mmHg. ഓക്കെ, അപ്പം ഹീമോഗ്ലോബിന്റെ അളവ് 12 മുതൽ 16 ഗ്രാം പെർ 100 ml. 12 മുതൽ 16 ഗ്രാം പെർ 100 ml. പഞ്ചസാരയുടെ അളവ്, അതായത് ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ്, പഞ്ചസാര എന്നോ ഷുഗർ എന്നോ ഗ്ലൂക്കോസ് എന്ന് ചോദിച്ചാൽ 70 മുതൽ 110 മില്ലിഗ്രാം പെർ 100 ml. കാൽസ്യത്തിന്റെ അളവാണ് ചോദിക്കുന്നതെങ്കിൽ 9 to 11 മില്ലിഗ്രാം പെർ 100 ml. നോർമൽ ബ്ലഡ് പ്രഷർ ആണ് ചോദിക്കുന്നതെങ്കിൽ 120/80 mmHg. 120/80 mmHg. ഓക്കെ, ക്ലിയർ ആണ്.